ബൈ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഒരു കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് അറ്റ്ലീസ്റ്റ് എൻ്റെ ഡിഗ്രി വരെ ഒരു സൈക്കിൾ പോലും എനിക്കില്ലായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ കാറിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്, കാറില്ലല്ലോ എന്ന വിഷമം. ഇപ്പം ദൈവം സഹായിച്ച് ഈ കാറ് ഇപ്പം നമുക്ക് എവിടെ പോകാനും നമുക്ക് സ്വന്തം കാറാണ്. ഈ കാർ എത്രാമത്തെ കാറെന്ന് വെച്ചാൽ ഞാനിപ്പം ഏകദേശം 1, 2, 3 കാറ്, ഇത് 4ാമത്തെ കാറാണ്. ഞാൻ എൻ്റെ ആഗ്രഹം പ്രകാരം ഓരോ കാറ് വാങ്ങിയിട്ട് അത് വിറ്റിട്ട് പിന്നെ വേറെ കാർ എടുക്കും. ഇപ്പോൾ ഇതെൻ്റെ 4ാമത്തെ കാറ്. കാര്യം അത് ദൈവം എനിക്ക് തന്നൊരു അനുഗ്രഹമാണ്. പിന്നെ ഒരു ബൈക്കുണ്ട്, പിന്നെ ഒരു പൾസർ, പിന്നെ ഒരു ജൂപ്പിറ്റർ വണ്ടി 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് വിറ്റ്, ഒന്ന് പുതിയത് പിന്നെ എടുത്ത്. അങ്ങനെ പിന്നെ 2 സ്കൂൾ ബസ്സുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം ഒരു കാലത്ത് ഇതൊക്കെ ഒത്തിരിയും കൊതിച്ച കാര്യമാണ്. ഒന്നും നമുക്കൊരു പഠിക്കാനൊക്കെ ഞങ്ങളുടെ കല്ലുമലയിൽ നിന്ന് പുതിയകാവ് വരും, മാവേലിക്കര പുതിയകാവിലൊക്കെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിന് പോലും അല്ല, നടന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്കൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത കാലത്ത് ആ സമയത്തൊരു ബൈക്കിനെ കുറിച്ച് പോലും ചിന്തിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പം അതൊക്കെ എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറം എന്ത് എനിക്ക് എൻ്റെ ഗുരുദേവനും എൻ്റെ ദൈവങ്ങളും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അത് വളരെ ഞാനിതൊരു സന്തോഷമായിട്ട് വലിയ ഹാപ്പി ആയതുകൊണ്ട് എല്ലാവരോടും പറയുവാണ്. കാര്യം ഒരു കാലത്ത് ഞാൻ അത്രയും വളരെ കൊതിച്ചു പോയതാണ്. എല്ലാവരും ഒക്കെ കാറിൽ പോകുമ്പം നമുക്കൊരു കാറില്ലല്ലോ, ഒരു സൈക്കിളില്ലല്ലോ, ഒരു ബൈക്കില്ലല്ലോ എന്നല്ല. പക്ഷേ ഇന്ന് എനിക്കതെല്ലാം ഉണ്ട്. ഇനിയും അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അത് നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് അനുഗ്രഹം വേണം. അനുഗ്രഹം, നിങ്ങളുടെ സന്തോഷം, എൻ്റെ ഈ ഒരു കാര്യത്തിൽ സന്തോഷമായിരിക്കണം നിങ്ങൾ. കാര്യം നമ്മുടെ ആ ചെറുപ്പകാലത്ത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ലെവലിൽ എത്തിയപ്പോൾ ആ സന്തോഷം നിങ്ങളോടൊന്ന് പങ്കുവെച്ചതാണ്. ഇപ്പോൾ ഇതെൻ്റെ 4ാമത്തെ കാറ്, ടാറ്റ പഞ്ച്. എനിക്ക് ആദ്യത്തെ കാറിൻ്റെ പേരായിരുന്നു. പിന്നെ ഓംനി വാൻ എടുത്ത്, പിന്നെ ആൾട്ടോ കാർ എടുത്ത്. അതിന് മുമ്പത്തെ എൻ്റെ ഫസ്റ്റ് കാറിൻ്റെ പേര് ദിൽസമീക്ക്. ഫസ്റ്റ് കാറിൻ്റെ പേര് ഏതാണെന്ന് മറന്നുപോയി. അതിപ്പം ഫസ്റ്റ് കാർ എടുത്തിട്ട് ഏകദേശം 10 വർഷമായി. ആദ്യത്തെ കാറ് അതൊരു 2 വർഷം ഓടിച്ചിട്ട് പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ഓംനി വാൻ എടുത്ത്, അത് കുറേ നാൾ ഓടിച്ചിട്ട് പിന്നെ ആൾട്ടോ കാർ എടുത്ത്, അത് ഓടിച്ചിട്ട് അതും വിറ്റിട്ട് അതും മാറ്റിയിട്ട് അതെല്ലാം ഞാൻ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയത്. അതൊന്നും പുതിയതല്ല. അന്ന് എനിക്ക് ഡ്രൈവിങ് പെർഫെക്റ്റ് അല്ലായിരുന്നു. ഡ്രൈവിങ് പെർഫെക്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് അതൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഇത് പുതിയ കാർ എടുത്ത ഇതാണ്. പിന്നെ സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കാണ് സ്കൂൾ ബസ്സുള്ളത്, 2 സ്കൂൾ ബസ്.